the beat is better every says sometime I know it's been before. Close the curtains, what you waiting for? And I'll be keeping. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഒരു റാൻഡം വ്ളോഗാണ്. ഞാൻ എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന വ്ളോഗാണ്. ഇന്നലെയാണ് ഞാൻ നാട്ടിൽ നിന്ന് എത്തിയത്. അപ്പോൾ ഇനി വീഡിയോയിലോട്ട് പോവാട്ടോ. ഇതൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നെയാണ്. 6 നമ്പർ ഉണ്ട്, പിന്നെ ഓറഞ്ച് ലഡു ഉണ്ട്, പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ലഡു എടുത്തതാണ്. ഒരു കോഫി, ഇത് ലിപ് ഗ്ലോസ് ആണ്. ഇന്നലെ രാത്രിക്കാണ് എത്തിയത്. നമ്മൾ എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് എത്താൻ നല്ല ലേറ്റായി. കാരണം ഭയങ്കര ട്രാഫിക്കായിരുന്നു. പിന്നെ അവിടെ എന്തോ ആക്സിഡൻ്റ് ആയിട്ട് നടന്നുകൊണ്ട് ഭയങ്കരമായിട്ട് ട്രാഫിക് ഉണ്ടായിരുന്നു. പിന്നെ ലാൻഡ് ചെയ്യാനും കുറേ ടൈം എടുത്തു. 5:30 ലാൻഡ് ചെയ്യേണ്ടത് 6 o'clock ആയിരുന്നു ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ റൂമിലേക്ക് എത്തുന്ന സമയത്ത് ഏകദേശം 7:30 സമയം. പിന്നെ എല്ലാം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതെല്ലാം പൊട്ടിച്ച് എല്ലാം ആക്കുമ്പോഴത്തേനും ടൈമായി. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ അമ്മ കുറച്ച് ചിക്കനും പിന്നെ അങ്ങനെ എന്തൊക്കെയോ ഫ്രൈഡ് ഐറ്റംസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ ചോറൊക്കെ കഴിച്ച് എല്ലാം കഴിയുമ്പോഴത്തേക്കും ടൈമായി. കുളിച്ചൊക്കെ വരുമ്പോഴത്തേക്കും പിന്നെ ഇന്ന് ഡ്യൂട്ടി ഉണ്ട്. പിന്നെ ലീവെല്ലാം തീർന്നു, ഇനി ലീവൊന്നുമില്ല. അപ്പം ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് മടി ഉണ്ടായിനോ ചോദിച്ചാൽ മടി ഉണ്ടായിനി, പക്ഷേ വേറെ വഴിയില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഇത് ഞാൻ റാണിപുരം പോയിട്ടില്ല, എൻ്റെ എഫക്റ്റാണ്. ഒന്നും പറ്റുന്നില്ല. ഭയങ്കര ബാംഗ്ലൂരിൽ നിന്ന് കാസർഗോഡ് നിന്ന് ബാംഗ്ലൂരേക്ക് കയറുമ്പോഴേ എനിക്ക് വയ്യാണ്ടായി. എനിക്ക് ഭയങ്കര ജലദോഷവും ഒക്കെ ഉണ്ടായിരുന്നു. തലവേദന ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ഭയങ്കര ജലദോഷം ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ തുമ്മലുണ്ടായിരുന്നു. എവിടെയാണെങ്കിലും ഒടുക്കത്തെ തണുപ്പും AC-ൻ്റെ ടെമ്പറേച്ചർ അങ്ങനെ ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ആപ്രൻ്റെ മീത്ത ഒരു ജാക്കറ്റും കൂടി ഇട്ടിട്ടുണ്ട്. പറ്റുന്നില്ല, നിൽക്കാനേ പറ്റുന്നില്ല. ട്രാക്കിലേക്ക് വരുന്നതേ ഇല്ലു, എത്തിയിട്ടില്ല. റൂമും സെറ്റായിട്ടില്ല. എനിക്ക് റൂമൊന്നും ഒന്നും എടുത്തു വെച്ചിട്ടില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ അത്യാവശ്യം ഇങ്ങനെ അടുക്കിപ്പറക്കി വെച്ചിട്ടൊന്നുമില്ല. കാണുമ്പോൾ നീറ്റുണ്ട്, പക്ഷെ എന്നാലും എന്തൊക്കെയോ ചെയ്യാനുണ്ട്. പിന്നെ രാത്രി എത്തിയോണ്ട് നമുക്ക് തീരെ സമയമില്ലായിരുന്നു. എനിക്ക് ഒന്നും ചെയ്യാനുള്ള ടൈമൊന്നും ഇല്ലല്ലോ. പെട്ടെന്ന് തന്നെ പിറ്റേ ദിവസം ഇപ്പം ഒരു ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ സാറ്റർഡേ സൺഡേ ആണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഇനി തേഴ്സ്ഡേ ഫ്രൈഡേ മാത്രം പോയല്ലോ എന്നുള്ള ഒരു സമാധാനത്തിലാണ് നിൽക്കുന്നുള്ളത്. പിന്നെ ഇവിടെ സ്വീറ്റ്സ് എല്ലാവർക്കും കൊടുത്തു. സ്വീറ്റ്സും പിന്നെ നാട്ടിൽ നിന്ന് ഞാൻ കുറച്ച് ബേക്കറി കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഞാൻ കൊടുത്തു. എല്ലാവരും വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞു. ഇവർക്ക് സോൻ പപ്പടിയൊക്കെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ ചിപ്സ്, ബനാന ചിപ്സ്, നമ്മളെ ചിപ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്തായിരുന്നു പിന്നെ ചക്ലി ഉണ്ടായിരുന്നു. പിന്നെ ചിപ്സ് ചക്ലി, പിന്നെ കട്ട്ലേസിൽ അത് അങ്ങനെ എല്ലാം കൊടുത്തു. അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെന്താ അപ്പോൾ ഇന്നത്തെ ഭയങ്കര ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കുന്നത് എനിക്ക് പറ്റുന്നില്ല. എനിക്കിങ്ങനെ എൻ്റെ മനസ്സിൽ ഫുള്ള് വീട്ടിലുള്ള ഇതാണ്. എനിക്കൊന്നും ട്രാക്കിലേക്ക് വരുന്നില്ല. അപ്പോൾ അങ്ങനെയാണ്. ഇന്ന് ഞാൻ കുറച്ച് മാത്രമേ എടുക്കൂ, കുറച്ച് മാത്രം. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുമ്പോൾ ബാക്കി ഞാൻ എന്താ ലഞ്ചിനെ കൊണ്ടുവന്നതെന്ന് കാണിക്കാം. ഇന്നലെ രാത്രി ഫുഡ് കഴിക്കാൻ നല്ല രസമുണ്ടായിന്. ഇന്നലെ ചോറ്, അച്ചാറ്, ചിക്കൻ ഫ്രൈ, ചെമ്മീൻ ഫ്രൈ, മത്തി പൊരിച്ചത്. വീട്ടിൽ പോയിട്ട് അത് തിന്നണം ഇത് തിന്നണം എന്നെല്ലാം ഉണ്ടായിരുന്നെങ്കിലും ഒന്നും മര്യാദയ്ക്ക് തിന്നാൻ പറ്റുന്നുണ്ടായിട്ടില്ല. ഒന്നും ഫുള്ളാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ വായിൽ വെക്കുന്നതെന്നല്ലാതെ ഒന്നും തിന്നാൻ പറ്റും. പക്ഷെ വീട് എത്തിയതിന് ശേഷം വിശന്ന് വല്ലാണ്ടായിട്ട് നമ്മൾ ഇതെല്ലാം കഴിച്ചു, കൊണ്ടുവന്നതെല്ലാം കഴിച്ചു. പക്ഷെ അതും ഫുൾ കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഗ്യാസൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ചോറും പിന്നെ ഈ ഫ്രൈ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ പറ്റുവാണെങ്കിൽ ഞാൻ ഇവിടെ ചെറുങ്ങനെ കൊടുക്കാം. ഇന്നലെ രാത്രി കഴിച്ച ഫുഡ് ചിക്കൻ പൊരിച്ചത്, ചോറ്, അച്ചാർ.
മധുരമില്ല, പഞ്ചസാര ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു കയ്പുണ്ട്, പക്ഷെ ഓക്കെയാണ്. ഇതാണ് നമ്മുടെ ഹാർട്ട്. ഇത് നമ്മുടെ ഹാർട്ടിലെ ഒരു വാൽവാണ്. അത് ശരിക്കും എല്ലാ മനുഷ്യർക്കും 3 എണ്ണം ഉണ്ടാവും, പക്ഷേ ഈ പേഷ്യൻറ്റിന് അത് 2 എണ്ണം മാത്രമേ ഉള്ളൂ. അതിനാണ് ഇത് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഓക്കെ, ഇത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്ന് എനിക്കറിയാം, ഞാൻ വെറുതെ കാണിച്ചു എന്നേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഹാർട്ട്. ഇന്ന് ആക്ച്വലി ഒരു നല്ല പണിയുള്ള ദിവസമായിരുന്നു. എനിക്ക് ഒന്നാമത് വയ്യ. ഇന്നലെ എത്തിയതിൻ്റെ ക്ഷീണം എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല. അതിൻ്റെ മേലെ എനിക്ക് പേഷ്യൻസിനെ നോക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു. കുറേ തുമ്മിഞ്ഞ് ലാസ്റ്റ് മരുന്ന് കഴിച്ചിട്ടില്ല. അങ്ങനെ എന്താ പറയുക, പേഷ്യൻസ് അല്ലെങ്കിൽ ഇല്ലാത്ത പേഷ്യൻസാണ്. ഇന്ന് മൊത്തം പേഷ്യൻസാണ്. ഒരു മിനിറ്റ് പോലും ഫുഡ് കഴിക്കാനും ലേറ്റ്, എല്ലാം ലേറ്റ്. അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ അറ്റ്ലീസ്റ്റ് ഒരു 1 hour ടൈമെങ്കിലും കിട്ടും നമുക്ക്. അതില്ല, ഒന്നുമില്ല. ഫുള്ള് ബിസിയോട് ബിസി. ഇപ്പം തന്നെ 4 മണിക്ക് വരേണ്ട പേഷ്യൻ്റ് വന്നത് 4:30. ഇനി അതിൻ്റെ എക്കോ കഴിയുമ്പോഴത്തേക്കും സമയം 5:15. അത് റിപ്പോർട്ടൊക്കെ ടൈപ്പ് ചെയ്തിട്ട് ഇപ്പം 5:20, 25 അപ്പോൾ കഴിഞ്ഞു. ഇന്നത്തെ പരിപാടി ഇത്രയുള്ളൂ. മെഷീൻസ് എല്ലാം ഓഫാക്കി, ബെഡൊക്കെ ക്ലീനാക്കി. ഇനി എൻ്റെ ടിഫിനും കാര്യങ്ങളെല്ലാം എനിക്ക് വെക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങിപ്പോവും. എന്നിട്ട് ഇന്ന് വീട്ടിൽ പോയിട്ട് കുളിക്കണം. കുളിച്ചിട്ട് ഇന്ന് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്ക ഇതുവരെ നമ്മൾ പൊട്ടിച്ചിട്ടില്ല. ചക്ക ഭാഗ്യത്തിന് ഞങ്ങളാ കസ്റ്റംസ് ഒന്നും പിടിച്ചിട്ടില്ല. മര്യാദയ്ക്ക് കയറി വരാൻ പറ്റിയിട്ടുണ്ട്, ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ അപ്പുറം ഫ്ലാറ്റിൽ നിന്ന് എല്ലാവരും ഒന്ന് ഇങ്ങോട്ടേക്ക് വരും. ചക്ക മുറിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ വിളിച്ച്. പക്ഷെ ഇന്നലെ ഭയങ്കര ഒന്നും വയ്യായിരുന്നു എനിക്ക്. അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് വരണ്ട, നിങ്ങളെല്ലാവരും നാളെ വാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്ന് വരും ചക്കയും ബേക്കറിയും എല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി പോകുന്ന വഴിക്ക് ഇന്ന് ഞാൻ ചക്ക മുറിക്കുന്നത് എന്തായാലും കാണിച്ചു തരാം. ചക്ക എന്തായോ എന്തോ പഴുത്തിട്ടുണ്ടാവുമെന്നൊന്നും അറിയില്ല. ചക്കയും കൂടി മുറിച്ചിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് എൻഡ് ചെയ്യാം. ഓക്കെ, ഇപ്പം എനിക്കിവിടെ സമയം ഇറങ്ങാറായി. അപ്പോൾ ഇവിടെ ഷട്ട് ഡൗണൊക്കെ ചെയ്തിട്ട് എനിക്ക് ബസ് കയറി പോകണ്ടേ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഞാൻ വർക്ക് കഴിഞ്ഞ് പോകുമ്പോഴാണ് ഞാൻ വീട്ടിൽ വിളിക്കുക. പിന്നെ രാത്രി ഒന്നുകൂടി വിളിക്കും. അതിൻ്റെ ഇടയിൽ കുറേ പ്രാവശ്യം വിളിക്കും. എന്നാലും ഇപ്പം പണി കഴിഞ്ഞ് പോകുമ്പോൾ എനിക്ക് വീട്ടിൽ പോയിട്ട് വിളിക്കണം. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനി പോകുന്ന വഴിക്ക് ബാക്കി പറയാം. ഓക്കെ, എൻ്റെ ഫോൺ കവർ എങ്ങനെയുണ്ട് ഗൈസ്? എനിക്ക് എങ്ങനെയെങ്കിലും ഇടുന്നൊന്ന് രക്ഷപ്പെട്ട് പോയാൽ മതിയെന്നേയുള്ളൂ. അത്രക്ക് മടുത്തോയി ഇന്നാണെങ്കിൽ ദിവസം പോകുന്നുമില്ല. എന്തവസ്ഥ. ഭാഗ്യത്തിന് മഴയൊന്നുമില്ല, അല്ലെങ്കിൽ എപ്പോഴും ഇവിടെ മഴയൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഡെയിലി ഫ്രണ്ട്സ്. ഞാൻ ഇവിടെ നിന്നാണ് ക്രോസീനൊക്കെ വാങ്ങാൻ. ബസ് സ്റ്റാൻഡിലേക്ക് പോവാണ്. ഞാൻ അപ്പം പോകുന്ന പോലെ ബസ് നല്ല വെയിലുണ്ട് കേട്ടോ, നല്ല വെയിലുണ്ട്. അപ്പോൾ ഇപ്പം പോവാണ്. ബസ് കയറി പോയിട്ട് ബാക്കി അവിടെ നിന്ന് എടുക്കാം. ഇതല്ലേ ഹോസ്പിറ്റലിൻ്റെ ബാക്ക് വശമാണ്, ഫ്രണ്ടല്ല.
ശരി എങ്ങനെയുണ്ട്? നമുക്ക് ചക്ക മുറിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ വേണം. ഓക്കെ, ചക്കച്ചോള ഇടാനുള്ള പാത്രം. നീനു കളി. അയ്യോ, ഒരു ഡാൻസ് കളിക്ക്, ഒരു ഡാൻസ് കളിക്ക്. നിക്കൊന്നും ഉണ്ടായില്ല. ആണ് ഞാൻ പറഞ്ഞു ഇതിടെ ചക്ക ഒളിച്ചിരിക്കുന്നേ. നീനുവാണോ? നീനുവാണോ? നീനു പോയിട്ടാ, നീനു പോയി. Thank you for watching my video, Para. Thank you for watching my video. Do like, share and subscribe my YouTube channel. Nana Pupu. Do like, share and subscribe my YouTube channel. Para. Nana Pupu. Para. Nana Pupu. ഞാൻ പറ. Do Para. Subscribe my YouTube channel, Para. Subscribe my YouTube channel. Bye. Bye. Good night. Good night. അപ്പോൾ ഈ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.